എമൗണ്ട് അപ്പോഴും ചോദിക്കുന്നുണ്ട്, അപ്പോഴും അവർക്ക് ഒരു റിപ്ലൈ ഇല്ല. ഗോൾഡ് റേറ്റ് പറയുന്നത് 54,000 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പേരാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത്. നമ്മളെ പോലെ തന്നെ 8ന്റെ പണി പാലും വെള്ളത്തിൽ തരുമെന്ന് വെച്ചാൽ ഉറപ്പാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പറ്റിയൊരു അബദ്ധത്തിനെ പറ്റി പറയാൻ വേണ്ടിയാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ആ അബദ്ധം പറ്റിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇനി ആ അബദ്ധത്തിൽ നിങ്ങൾ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കല്യാണങ്ങൾ, പെൺകുട്ടികളായ ഒരു കല്യാണം കാണുമല്ലോ. അപ്പോൾ സ്വന്തം അച്ഛനും അമ്മയും പെൺകുട്ടിക്ക് ഗിഫ്റ്റായിട്ട് സ്വർണം കാര്യങ്ങളും കുറച്ചൊക്കെ കൊടുക്കും. നമ്മളിപ്പോൾ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ്റെ അമ്മയുടെ സമാധാനത്തിന് പെൺകുട്ടിക്ക് സ്വർണം കൊടുക്കാതിരിക്കില്ല, കുറച്ചെങ്കിലും. അങ്ങനെ അത് ആ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം എൻ്റെ വീട്ടിലും എൻ്റെ നാത്തൂന് മാരേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ ഇനി കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ സ്വർണ്ണ വിലയാണെങ്കിൽ ഒടുക്കത്തെ വില, നമുക്ക് വാങ്ങാനോ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും ഇങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ കാലം മുതൽ നമ്മൾ കേൾക്കാറുണ്ട്, സ്വർണം ബുക്ക് ചെയ്തിടുക എന്നാൽ നമുക്ക് എത്ര പൈസ കൂടിയാലും നമുക്ക് ആ റേറ്റിന് സ്വർണം എടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ കേട്ട് വരുന്നതാണ്. പക്ഷെ പണ്ടൊന്നും അതിനൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറില്ല. ചിലപ്പോൾ ഉടായിപ്പായിരിക്കും, ഇതൊക്കെ ചുമ്മയായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഈ ബുക്കിങ്ങിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷേ ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്വർണ്ണ വില ഓരോ ദിവസം കൂടുന്തോറും കയറി വരുന്നുണ്ട്. നമ്മൾ ചിലവരെങ്കിലും ശ്രദ്ധിച്ചു തുടങ്ങി, നമുക്ക് ബുക്ക് ചെയ്തിട്ട് അത്രയും പൈസ കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പോയി ബുക്ക് ചെയ്യും. പാവപ്പെട്ടവരായിരുന്നാലും ആരായിരുന്നാലും പോയി ബുക്ക് ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെയാണ് നമ്മളും. ഒരു വർഷത്തിന് മുമ്പേ നമ്മളും ഇതുപോലെ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വർണത്തിന്റെ റേറ്റ് വരുന്നത് 54,000 രൂപയാണ്. ഇപ്പോൾ വന്നത് 75 മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡിഫറൻസ് നമ്മുടെ ബുക്കിംഗ് റേറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവരിങ്ങനെ കൺവേ ചെയ്യും, നമ്മൾ സ്വർണ്ണക്കടയിൽ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ വരെ എല്ലാ സ്വർണ്ണക്കടയിൽ നിന്നും ഇങ്ങനെ വന്ന് പരസ്യം നോട്ടീസും ഇതുപോലെ ബുക്ക് ചെയ്യൂ, നിങ്ങൾക്ക് എടുക്കൂ എന്ന് പറഞ്ഞ് വീട്ടിൽ വരെ ഇപ്പോൾ വന്ന് പറയുന്നുണ്ട് അവരൊക്കെ. അതുപോലെ തന്നെ നമ്മൾ അവിടെ പോയാലും പറയും. അതുപോലെ അവർ നമ്മളടുത്തും പറഞ്ഞതാണ്, ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടാ നമുക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടും എന്ന്. കുറഞ്ഞ റേറ്റ് എന്ന് വെച്ചാൽ അന്നത്തെ റേറ്റ്. ഇപ്പോൾ അന്നത്തെ റേറ്റിൽ നിന്നും കുറവാണ് സ്വർണ്ണമെങ്കിൽ ആ റേറ്റിന് കിട്ടും. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ബുക്ക് ചെയ്ത റേറ്റിന് എടുക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ അല്ലാതെ വേറെ ഡീറ്റെയിൽസോ ഒന്നും അവർ നമ്മളടുത്ത് പറഞ്ഞില്ല. അപ്പോൾ അവർ പറയുന്നത് നമ്മളെ കയ്യിലുള്ള പൈസ ഇങ്ങനെ അടച്ചടച്ച് ഇങ്ങനെ വന്നാൽ മതി. അപ്പോൾ നമ്മൾ എത്രയാണ് ഗോൾഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ അവിടെ പറയണം, എന്നിട്ട് ഇങ്ങനെ ബുക്ക് ചെയ്യണം. അപ്പോൾ ബുക്ക് ചെയ്തപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് ഒരു 50,000 അടയ്ക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ആ 50,000 അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്നിട്ട് നമ്മൾ പോകെ നമ്മളിങ്ങനെ പൈസ കുറച്ച് അടച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് നമ്മളിങ്ങനെ പൈസ ഇങ്ങനെ കുറച്ച് അടച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു 6 മന്ത് ബാക്ക് ആയപ്പോൾ അവർ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടെ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിലുള്ള കുറച്ചും കൂടെ അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എത്ര വേണ്ടി വരും, അതിന് മുമ്പേ നമ്മൾ കുറച്ച് വീതം ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, 20 ഇങ്ങനെയൊക്കെ അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു കുറച്ചും കൂടെ അടയ്ക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ നിങ്ങളുടെ കയ്യിൽ എത്ര അടയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു 1 ലക്ഷം എന്തോ ആണ്, 1.5 ലക്ഷം എന്തോ ആണ് അടച്ചത്. അപ്പോൾ അത് അടച്ചു. അപ്പോൾ അത് അടയ്ക്കാന്ന് പറഞ്ഞു. ഓക്കെ, അത് വന്ന് അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അക്കൗണ്ടന്റ് ഇല്ലേ അവരുടെ സ്വർണ്ണക്കടയിൽ, അങ്ങനെ ആ അക്കൗണ്ടന്റിന്റെ അവിടെ പോയി അടച്ചു. ഓക്കെ, എല്ലാം സെറ്റായി. നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നു. ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഏറ്റവും ഓടിക്കൊണ്ടിരിക്കുന്ന കടയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പേര് ഞാൻ പറയുന്നില്ല, എന്ന് വെച്ചാൽ എന്തെങ്കിലും പുറകിൽ അവരെ പേര് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ ഇഷ്യൂ വേണ്ടെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ആ സ്വർണ്ണക്കടയുടെ പേര് പറയാത്തത്. എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പേരാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത്. അതുപോലെ പല തൃശ്ശൂർ അവിടെ എല്ലാം ഉണ്ട് ഇവരുടെ ബ്രാഞ്ച്, പല കൊല്ലം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ 4 വർഷം എന്തോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും ലൈറ്റ് വെയിറ്റ്. നമുക്ക് ഈ ലൈറ്റ് വെയിറ്റ് കിട്ടുന്നത് ഭയങ്കര പാടാണ്. നമ്മൾ വേറെ കടകളൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് കിട്ടുന്ന പാടായതുകൊണ്ട് എല്ലാവർക്കും, ഈ സാധാരണക്കാർക്ക് വരെ ഇടാൻ പറ്റിയ ഒരു കടയാണ്. ഞാൻ കടയുടെ പേര് പറയില്ല.
അപ്പോൾ നമ്മൾ ആ കടയിലാണ് നമ്മളും പോയത്. പക്ഷെ നമ്മൾ 1 വർഷത്തിനാണ് കേട്ടോ ബുക്ക് ചെയ്തത്. നമുക്ക് എത്ര വേണമെങ്കിലും ബുക്ക് ചെയ്യാം, എത്ര വർഷത്തിനെന്ന്. പക്ഷെ നമ്മൾ 1 വർഷത്തിനാണ്, നമ്മൾ ഒരു വർഷമേ ഉള്ളൂ ഡിഫറൻസിന് മാരേജിന്. അതുകൊണ്ട് 1 വർഷം ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഓരോ ഒരുക്കങ്ങളും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവർ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്നാണ് ഡ്യൂ ഡേറ്റിന് മുമ്പേ കുറച്ച് ദിവസത്തിന് മുമ്പേ വന്നിട്ട് നമ്മുടെ സ്വർണ്ണങ്ങളും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസം 31-ാം തീയതിയാണ് നമ്മുടെ ഡ്യൂ ഡേറ്റ് വരുന്നത്, അവസാനിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 23 ആ റേഞ്ചിന് ഡേറ്റൊക്കെ ആയപ്പോൾ നമ്മൾ പോയി സ്വർണ്ണങ്ങളും എല്ലാം എടുത്തു, ഇഷ്ടപ്പെട്ടതായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ട് വന്നു. അപ്പോഴത്തേക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ചോദിച്ചു എത്ര എമൗണ്ട് ആവുമെന്ന്. എന്ന് വെച്ചാൽ ഒരു ഏകദേശം എമൗണ്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ അവരാണെങ്കിൽ അത് നമുക്ക് അറിയത്തില്ല, മാനേജറിനെ അറിയാവുള്ളൂ, അതെല്ലാം കൂടെ അവരാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് അറിയത്തില്ല. എന്നാലും നമ്മൾ ചോദിച്ചു എന്നാലും ഏകദേശം എത്ര എമൗണ്ട് ആവുമെന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു എമൗണ്ട് പറഞ്ഞു. എമൗണ്ട് പറഞ്ഞത് നമ്മുടെ സത്യം പറഞ്ഞാൽ ആ എമൗണ്ട് കേട്ടിട്ട് നമ്മൾ കിളി പോയിട്ട് വീട്ടിൽ ഒന്നറിയാം. അപ്പോൾ ആലോചിക്കാനേ എന്താണ് ഇങ്ങനെ വന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഒരു ആലോചിക്കാനേ വന്നില്ല. എന്ന് വെച്ചാൽ അവർ ഏകദേശം ഒരു റേഞ്ചാണ് പറഞ്ഞ്, എന്നിട്ട് അവർ എടുത്തു പറഞ്ഞു അത്രയും അല്ല, അതിനേക്കാളും കുറവാണ്, എന്നാലും നമ്മളൊന്ന് പറഞ്ഞതെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ സെയിൽസിൽ നിൽക്കുന്ന ആളാണ് നമുക്ക് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇത് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാലും നമ്മൾ ഒരു 54,000 രൂപ വെച്ച് കണക്കാക്കുമ്പോൾ എന്നാലും ഇത്രയും റേറ്റ് വരത്തില്ല. എത്ര കൂട്ടിയിട്ട് നമുക്ക് ഇത് ബാലൻസ് ആവുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ അന്ന് രാത്രി തന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോണ്ടാക്ട് ചെയ്ത ആളെ എടുത്തിട്ട് പറഞ്ഞു അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല, മാനേജറിനെ ഇത് കറക്റ്റ് എമൗണ്ട് അറിയാവുള്ളൂ, എന്നാലും നിങ്ങൾ 26-ാം തീയതി വന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ 26-ാം തീയതി പോയി. അപ്പോഴത്തേക്കും അന്ന് അവിടെ മാനേജറും കാര്യങ്ങളും എന്തോ എവിടെ പോയിരിക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എമൗണ്ട് അപ്പോഴും ചോദിക്കുന്നുണ്ട്, അപ്പോഴും അവർക്ക് ഒരു റിപ്ലൈ ഇല്ല. നിങ്ങൾ വന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ 30-ാം തീയതിയാണ് എല്ലാവരും കൂടെ എന്തോ ആ കടയിൽ പോകുന്നത്. എന്നുവെച്ചാൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഗോൾഡിനോ ഒരു കുഴപ്പമില്ല, നല്ല ട്രെൻഡിങ് കടയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ആ 30-ാം തീയതി പോയപ്പോൾ നമ്മളെല്ലാം സെലക്ട് ചെയ്തതെല്ലാം വെച്ച് ആ മാനേജർ വന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു എമൗണ്ട് പറഞ്ഞു. ആ എമൗണ്ട് പറഞ്ഞപ്പോൾ അന്ന് ആ സെയിൽസ്മാൻ പറഞ്ഞ എമൗണ്ടാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് ചോദിച്ചു എന്താ ഇത്രയും എമൗണ്ട് വരാൻ കാര്യം? എന്തായാലും 54,000 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത സ്വർണത്തിന് ഇത്രയും വരത്തില്ല. നമ്മൾ കണക്കാക്കി നമ്മൾ ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ പോയത്. അപ്പോൾ നമ്മൾ ആ പൈസ നമ്മുടെ കയ്യിലും ഉള്ളൂ. ഇവർ പറഞ്ഞ എമൗണ്ട് ഇപ്പോൾ നമ്മൾ കിളി പോയല്ലോ. ഇപ്പോൾ 54,000 രൂപ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് വരുന്നുണ്ട്. ആ എമൗണ്ടിൽ നിന്ന് ഏകദേശം നമ്മൾ 3 lakh മേളിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ കയ്യിൽ കരുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ അവരുടെ ടാക്സും പണിക്കൂലിയും അതും ഇതൊക്കെ വന്നിട്ട് ഏകദേശം 3 ലക്ഷം അത്രയൊക്കെ ആവുള്ളൂ എന്ന് വിചാരിച്ചാണ് നമ്മൾ പോയത്. അപ്പോൾ അതിനുള്ളൊരു എമൗണ്ട് ആയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. എന്നിട്ടും അവരൊന്നും പറയുന്നില്ല കേട്ടോ, ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ പിന്നെ എടുത്തു ചോദിച്ചു നിങ്ങൾ ഈ പവന് 54 ആണോ ഇട്ടതെന്ന് ചോദിച്ചപ്പോൾ പിന്നെയാണ് അവർ ഇങ്ങനെ കാര്യം പറയുന്നത്. നിങ്ങൾക്ക് നമ്മൾ ഈ ബുക്ക് ചെയ്ത റേറ്റിന് നമുക്ക് തരാൻ പറ്റില്ല, കാരണം നിങ്ങൾ അടച്ച എമൗണ്ട് 50% പോലും നിങ്ങൾ എമൗണ്ട് അടച്ചിട്ടില്ല എന്ന്. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മളിങ്ങനെ ഷോക്കായി. എന്നിട്ട് ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ നമുക്കറിയില്ല ഈ 50% അടയ്ക്കണമെന്നുള്ള കാര്യം നമുക്കറിയില്ല. നമുക്ക് അറിയുന്ന ആളായിരുന്നു നമ്മൾ ഉറപ്പായിട്ട് അടയ്ക്കും. ഏതായാലും നമ്മുടെ 50% അടയ്ക്കണം എന്ന് വെച്ചാൽ എന്നാലും നമുക്ക് പൈസ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ അടച്ചിരിക്കും, എങ്ങനെയായാലും അടച്ചിരിക്കും. പക്ഷെ അത് ആ നിമിഷത്തിൽ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഇനി അടച്ചാലും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവരിട്ടിരിക്കുന്നത് ഇന്നത്തെ സെയിം റേറ്റാണ്. ഇന്ന് നമ്മൾ പോയി എടുത്ത സമയത്ത് റേറ്റ് എന്ന് വെച്ചാൽ 74,000 സംതിങ് റേറ്റാണ് അന്ന് സ്വർണത്തിൻ്റെ വില. ആ സെയിം റേറ്റ് 1 രൂപ പോലും അവർ നമ്മൾ ബുക്ക് ചെയ്തതിൻ്റെ പേരിൽ കുറച്ചോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ നമ്മളെല്ലാം എടുത്തു ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ സെയിം ആ എമൗണ്ട് തന്നെയാണ് അവർ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈസ അടയ്ക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ചോദിച്ചു അവർക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പൈസ അടയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പൈസയുടെ പറ്റി ഒരു കാര്യം അറിയത്തില്ല. അവരിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും പൈസ അടയ്ക്കാൻ ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പം നമ്മൾ പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോർമേഷൻ നമുക്ക് തന്നിരുന്നെങ്കിൽ നമ്മൾ അടച്ചേനെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്നും പറയാതെ ഇങ്ങനെ ലാസ്റ്റ് നിമിഷത്തിൽ കൈമാറുന്ന അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല നമ്മൾ പറഞ്ഞു കാണും, ഉറപ്പായിട്ടും പറഞ്ഞു കാണും, നമ്മൾ പറഞ്ഞു നിങ്ങൾ അത് കേൾക്കാത്തതായിരിക്കുമെന്ന്. ഇങ്ങനെയാണോ? നമ്മൾ കേൾക്കാതെ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കാതിരിക്കില്ല. ഏതായാലും അവർക്കല്ല നഷ്ടം വരുന്നത്, നമുക്കാണ് നഷ്ടം വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതായാലും കേൾക്കാതിരിക്കില്ല. അവരിങ്ങനെ ഉരുണ്ട് ഇങ്ങനെ കളിക്കുക. അവർ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നമ്മളാണെങ്കിൽ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ പ്രോപ്പറായിട്ട് വായിച്ചില്ല. നമ്മുടെ കാര്യത്തിലും കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, അത് നമ്മൾ പ്രോപ്പറായിട്ട് വായിച്ചില്ല. അവരിങ്ങനെ തരുമ്പോൾ നമ്മൾ വെപ്രാളത്തിൽ അപ്പോഴൊന്നും നമ്മളെ മൈൻഡിൽ ഈ എഗ്രിമെൻറ്റ് ഇങ്ങനെ വായിക്കാനൊന്നും വലുതായിട്ട് അങ്ങനെ പോകില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കില്ലേ. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അവർ കാണിച്ചെന്നപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ 75% നമ്മളിപ്പോൾ എത്ര എമൗണ്ടിനാണ് സ്വർണ്ണം എടുക്കുന്നത് ആ എമൗണ്ടിൻ്റെ 75% അടയ്ക്കണമെന്നാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു ഉഡായിപ്പ് വീട്ടിൽ വന്നിട്ടുള്ള ഞാൻ ആലോചിച്ച ഉഡായിപ്പാണ് ഇവർ. 75% അതിൽ എഴുതിക്കുന്ന 75%. പക്ഷെ നമ്മളടുത്ത് അവിടെ പറഞ്ഞത് 50% അടയ്ക്കണമെന്ന്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ 50% അടച്ചിട്ട് അവർ പറയും ഇത്ര എമൗണ്ടിന് തരാൻ പറ്റത്തില്ല, ഇതിൽ നിന്ന് കുറച്ചും കൂടെ കൂട്ടിയിട്ടേ തരാൻ പറ്റുള്ളൂ, 75% അടച്ചില്ലല്ലോ എന്ന് പറയും. ആ ഒരു ട്രിക്കാണെന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലായി. അവന്മാർ ഭയങ്കര ഉടായ്പാണ്. അപ്പോൾ ഇതുപോലെയുള്ള അബദ്ധത്തിൽ ചെന്ന് പെടാതിരിക്കാനാണ് നമ്മൾ ഒരു ദിവസം കൂടെ നമുക്ക് സമയം ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഫുള്ള് പൈസ ഇല്ലല്ലോ. എന്നിട്ട് നമ്മൾ ചിന്തിച്ചു എങ്ങനെയെങ്കിലൊക്കെ പൈസ ഏതായാലും നമ്മൾ എടുക്കണമെന്ന് വിചാരിച്ചതാ. അങ്ങനെ നമ്മൾ ഇത്ര എമൗണ്ട് വിജയിച്ചും കാട്ടി നല്ല ഇരട്ടി എമൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ നിങ്ങളും ചിലപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പെൺകൊച്ചുങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടി ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചിട്ട് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ആദ്യം തന്നെ ബുക്ക് ചെയ്യാൻ നേരത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യം ചോദിച്ച് മനസ്സിലാക്കുക. എത്ര % അടയ്ക്കണം എന്ന് തന്നെ അവരുടെ അടുത്ത് ചോദിക്കണം. അവർ അങ്ങനെയല്ല, അവർ ആദ്യം പറയും ഇങ്ങനെ കയ്യിലുള്ളതൊക്കെ അടച്ചാൽ മതിയെന്നേ അവർ പറയുള്ളൂ. ഇപ്പം പിന്നെ നമ്മളാണെങ്കിൽ എൻ്റെ ചേട്ടനും വേറൊരു നമ്മളാന്ന് പറഞ്ഞില്ല, ചുമ്മാ ഒന്ന് ജസ്റ്റ് അല്ലാതെ ഒന്ന് ആ കടയിൽ പിന്നെ അല്ലാതെ വിളിച്ച് ചോദിച്ചു ഇതുപോലെ നമുക്ക് ഇത്ര ബുക്ക് ചെയ്യണം, അപ്പോൾ എത്ര രൂപ അടയ്ക്കേണ്ടി വരും, എത്ര രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഈ ബുക്കിംഗ് റേറ്റ് എമൗണ്ടാണ് പറയുന്നത്, അല്ലാതെ ഇത്ര 50% അടയ്ക്കണം എന്നവർ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കെങ്കിലും ഈ അബദ്ധം വരാതിരിക്കാൻ. ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും 50% അടയ്ക്കണമല്ലോ, ചിലപ്പോൾ നമ്മുടെ സാധാരണക്കാർക്ക് ഇതിനുള്ള നോളജോ കാര്യങ്ങളോ ചിലപ്പം ഇല്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ചോദിക്കുക എത്ര % എമൗണ്ട് നമ്മൾ അടയ്ക്കണമെന്ന് തന്നെ ചോദിക്കണം. എന്നാലാണോ ഈ നമുക്ക് ഈ റേറ്റിന് കിട്ടുള്ളൂ എന്ന് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾ പേപ്പറിൽ എഴുതി വാങ്ങിച്ചിട്ട് സൈൻ കൂടെ വാങ്ങുക. അല്ലെങ്കിൽ അവർ അപ്പോൾ കിടന്ന് നമുക്കിപ്പോൾ കേസ് കൊടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമ്മളെ മിസ്റ്റേക്കായിട്ടേ വരുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെയും പോകാൻ പറ്റത്തില്ല. ആ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അപ്പോൾ എത്ര % അടയ്ക്കണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു പേപ്പറിൽ എഴുതി വല്ല സൈൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ അവർ ഇങ്ങനെ നമ്മളെ പോലെ തന്നെ 8ന്റെ പണി പാലും വെള്ളത്തിൽ തരുമെന്ന് വെച്ചാൽ ഉറപ്പാണ്. അത് ഏത് സ്വർണ്ണക്കടയായാലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. ഒരു പക്ഷേ നിങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ 50% അടച്ചില്ലെങ്കിൽ ഉടനെ കൊണ്ടുപോയിട്ട് അടയ്ക്കുക. എന്നിട്ട് ഒന്ന് ചോദിക്കുക ഇനി എത്ര അടയ്ക്കണമെന്ന്. അല്ലാതെ ഇവർ നമ്മളടുത്ത് ഒന്നും പറഞ്ഞു തരാൻ പറ്റും. ഇതുപോലെ നമ്മളെപ്പോലെ പറ്റിക്കപ്പെട്ടായിരിക്കാം. എന്ന് വെച്ചാൽ അവസാന നിമിഷം പാവങ്ങളെ കൊണ്ട് അവസാന നിമിഷം വേണം ഇത്ര എമൗണ്ടൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഓടി എത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ കുറേ പേര് പെട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ സാധാരണക്കാർ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ആയിരിക്കും പൈസ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ ഇവരിങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റും? ആ ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ നിങ്ങളെങ്കിലും ഈ അബദ്ധത്തിൽ ചെന്ന് പെടാതിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ.
ഇപ്പോൾ നമുക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ ആരുടെങ്കിലും ഇതുപോലെ ഇങ്ങനെ എടുക്കാൻ നിൽക്കുന്ന കയ്യിൽ ഈ വീഡിയോ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ബൈ.